Hi dear nurses, welcome back to Dr. APJ Nursing Academy, Trivandrum, Kerala. Dr. APJ Nursing Academy പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നടന്ന DME സ്റ്റാഫ് നഴ്സ് എക്സാം 2021ലേക്ക് ഇന്ന് നടന്ന എക്സാംസിന്റെ പ്രൊവിഷണൽ ആൻസർ കീയാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ വീഡിയോ കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുന്ന നേഴ്സസ്മാരുണ്ടെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺസ് കൂടെ അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വ്യത്യസ്തമായ വീഡിയോസുകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയി ലഭിക്കും. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, നമ്മളിത് പ്രൊവിഷണൽ ആൻസർ കീ ആണ്. ഫൈനൽ ആൻസർ കീ വരുമ്പോൾ ഇതിൽ ചില ക്വസ്റ്റ്യൻസിലെ ആൻസർ കീകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാം. ആ ഒരു കാര്യം കൂടെ ആദ്യം പറയുന്നു. അപ്പം നമുക്ക് നേരെ പ്രൊവിഷണൽ ആൻസർ കീയിലോട്ട് പോകാം. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എക്സാം ഒരു ആവറേജ് ലെവലായിരുന്നു. ഇറ്റ് ഈസ് നോട്ട് മച്ച് ടഫ് അല്ലെ, ഒത്തിരി ടഫ് ലെവലിലല്ലായിരുന്നു, ഒരു ആവറേജ് ലെവലിൽ നല്ലതായിരുന്നു. ആദ്യം മുതൽ പ്രിപ്പറേഷൻ ചെയ്ത് പഠിച്ചവർക്കൊക്കെ തന്നെയും ബെനിഫിറ്റ് ആയിട്ട് കിട്ടുന്ന ഒരു എക്സാം ആയിരുന്നു. അവസാനം ക്രാഷൊക്കെ ചേർന്ന് പഠിച്ചവർക്ക് ഇച്ചിരി ടഫായിരിക്കും ഈ രീതിയിലുള്ള എക്സാം. ആദ്യം തൊട്ടേ പ്രിപ്പയർ ചെയ്ത് പഠിക്കുന്നവർക്ക് തീർച്ചയായിട്ടും നല്ലൊരു എക്സാം മാർക്ക്, അവർക്ക് എങ്ങനെയൊക്കെ പോയാലും ഒരു നല്ല രീതിയിലുള്ള ഒരു സ്കോർ എടുക്കാൻ പറ്റുന്ന ഒരു എക്സാം ആയിരുന്നു ഇത്. ക്വസ്റ്റ്യൻസ് ആണെങ്കിലും വലിയ ഡീപ്പായിട്ടൊന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നില്ല, എങ്കിലും പെരിഫറിയിലും കോമൺ ആയിട്ടുള്ള കുറേ ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. എബോവ് 65 ക്വസ്റ്റ്യൻസ് കോമൺ ആയിട്ട് പഠിപ്പിച്ചതും ഒക്കെ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എനിവേ ഓൾമോസ്റ്റ് നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽസിൽ നിന്ന് ഓൾമോസ്റ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഏകദേശം കുറച്ച് റെയർ ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ ഇല്ലാതിരുന്നുള്ളൂ. എബോവ് 90 ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽസിൽ നിന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസിന്റെ ആൻസർ കീ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ടാമോക്സിഫിൻ അല്ലെ, നല്ലതുപോലെ പഠിപ്പിച്ചാണ്. ഈസ്ട്രജന്റെ ഓപ്പോസിറ്റ് ആണ് ടാമോക്സിഫിൻ. ഈസ്ട്രജൻ ആന്റഗോണിസ്റ്റിക് നമ്മൾ സാധാരണ ബ്രസ്റ്റ് ക്യാൻസറിൽ കൊടുക്കുന്നത് അല്ലെ. ഡോസ് ഓഫ് ടെലിക്റ്റിപ്ലേസ് അല്ലെങ്കിൽ ആക്ടിപേസ്, അതിൻ്റെ എല്ലാം ഡോസ് നമ്മൾ അറിഞ്ഞേക്കണം. അതായത് 60 കിലോ മാനിന് 30 മില്ലിഗ്രാം ആണ് കൊടുക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ അത് 1 കിലോ, ഒരു ആവറേജ് അഡൽട്ട് മാൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 60 കിലോ ആണ്. അപ്പോൾ അതിൻ്റെ പകുതിയാണ് കൊടുക്കുന്നത്, 30. അപ്പോൾ അത് കിട്ടണമെങ്കിൽ 0.5 mg/kg ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഡ്രഗ് ഡിറൈവ്ഡ് ഫ്രം സ്ട്രെപ്റ്റോമൈസിൻ വെനുസിലെ. സ്ട്രെപ്റ്റോമൈസിൻ വെനുസിലയിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്ന ആന്റി ട്യൂബർക്കുലർ ഡ്രഗ് ആണ് ഏതെന്ന് പറയുന്നത് സ്ട്രെപ്റ്റോമൈസിൻ. ഓക്കെ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ്, എ പേഷ്യന്റ് ഈസ് ഓർഡർ 2 mg മോർഫിൻ available while containing 10 mg/ml. ഫൈൻഡ് ഔട്ട് അല്ലെ. അപ്പോൾ ഡോക്ടർ ഡോസ് ഈസ് 2, അവൈലബിൾ ഡോസ് ഈസ് 10, 2/10. ആൻസർ ഈസ് 0.2 ml ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പെർസെൻറ്റേജ് ഓഫ് ഓക്സിജൻ ഡെലിവർ ത്രൂ റെഡ് കളേർഡ് അല്ലെ. അപ്പോൾ നമ്മൾ ആ കോഡൊക്കെ പഠിപ്പിച്ചതാണ്. റെഡിൽ 40 അല്ലെ, യെല്ലോയിൽ 60%. അപ്പോൾ ഫോർ റെഡ് ഈസ് 40. ഓക്കെ, വെരി ഗുഡ്. ഡെപ്ത് ഓഫ് ചെസ്റ്റ് കംപ്രഷൻ ഇൻ അഡൽട്ട്, ഇതിൽ 2 ആൻസർ കറക്റ്റ് ആയിട്ട് വരും. 2 to 2.5 inches ആണ് പറയുന്നത്. അതുകൊണ്ട് 5 to 6 centimeter കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. അതുകൊണ്ട് ഇതിൽ 2 ആൻസർ കറക്റ്റ് ആയിട്ട് വരും. ഞാനിവിടെ 6 മാർക്ക് ചെയ്യാണ്. 5ഉം 6ഉം 2 ആൻസർ കീ ഇതിനകത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് 5ഉം 6ഉം ഒരുപോലെ കറക്റ്റ് ആണ്. നെക്സ്റ്റ്, ദ മോസ്റ്റ് കേസസ് പോയിന്റ് ഓഫ് മാക്സിമം ഇമ്പൾസ് അല്ലെ. പോയിന്റ് ഓഫ് മാക്സിമൽ ഇമ്പൾസ് നമുക്ക് അപ്പെക്സ് ബീറ്റ് കിട്ടുന്നത് 5th ഇന്റർകോസ്റ്റൽ സ്പേസ് ഓഫ് മിഡ് ക്ലാവിക്കുലർ ലൈൻ ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, വാട്ട് ഈസ് മീൻ ബൈ ട്രഫ്റ്റ് അല്ലെ. ട്രഫ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ മെഡിസിൻ, നമ്മുടെ ബ്ലഡ് ലെവൽ, നമ്മൾ ഹാഫ് ലൈഫ് പീരീഡ് പഠിക്കുന്ന പോലെ തന്നെ നമ്മളെ ബ്ലഡിലെ പ്ലാസ്മയിൽ ആ മെഡിസിൻ്റെ കോൺസെൻട്രേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെയാണ് ട്രഫ്റ്റ് എന്ന് പറയുന്നത്. അതായത് നെക്സ്റ്റ് ഫിക്സഡ് ഡോസ് അല്ലെങ്കിൽ നെക്സ്റ്റ് ഫ്രീക്വൻസിയിലുള്ള ഡോസ് കിട്ടുന്നത് വരെ നമ്മുടെ പ്ലാസ്മയിൽ ഡ്രഗിൻ്റെ കോൺസെൻട്രേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനാണ് ട്രഫ്റ്റ് എന്ന് പറയുന്നത്. ആൻസർ ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓൾറെഡി നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കഷനിൽ ഈ ക്വസ്റ്റ്യൻ പറഞ്ഞതാണ്. ആൻസർ ഈസ് ഓപ്ഷൻ സി. നെക്സ്റ്റ്, നോർമൽ ഗ്ലോമർലാൽ ഫിൽട്രേഷൻ റേറ്റ്, ഈ അടുത്ത PSCയിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ഈസ് 125 ml/minute ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ്, കൂപ്പർ ലിഗമെന്റ്സ് ഓൾറെഡി നോട്ട്സിലുണ്ട്, നല്ലപോലെ പഠിപ്പിച്ചാണ്. ബ്രസ്റ്റിലാണ് കൂപ്പർ ലിഗമെന്റ്സ് വരുന്നത്. നെക്സ്റ്റ്, ലിക്കോസ് കത്തീറ്റർ, സെറിബ്രൽ ആർട്ടീരിയൽ ഓക്സിജനേഷൻ പെർഫ്യൂഷൻ കത്തീറ്റർ ആണ്, പഠിപ്പിച്ച പോയിന്റ് അല്ല. എനിവേ, ദ ആൻസർ ഈസ് ഓപ്ഷൻ A is the correct answer for this question. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇഞ്ചക്ഷൻ പാമിഡോട്ട്, the injection pamidot is indicated for hyperkalemia is the correct answer. Sorry, ഹൈപ്പർകാൽസീമിയയിലാണ് നമ്മൾ അലൻഡോണേറ്റ് അല്ലെങ്കിൽ പ്രാമിഡോണേറ്റ് എന്നൊക്കെ പറയുന്നുള്ള ഇഞ്ചക്ഷൻസ് കൊടുക്കുന്നത്. കാർപ്പൽ ടണൽ സിൻഡ്രോം നല്ലതുപോലെ പഠിപ്പിച്ചാണ്, മീഡിയൻ നെർവിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത് അല്ലെ. ഫെൽറ്റി സിൻഡ്രോം പഠിപ്പിച്ച ക്വസ്റ്റ്യൻ അല്ല. എനിവേ, ദ കറക്റ്റ് ആൻസർ ഈസ് റൂമറ്റോയിഡ് ആർത്രൈറ്റിസ്. Volume of blood in liters pumped by heart in 1 minute. The correct answer is cardiac output is the correct answer. Drug of choice in renal cell carcinoma, Iminitab ആണ് നമ്മൾ ഡ്രഗ് ഓഫ് ചോയ്സ് ആയിട്ട് യൂസ് ചെയ്യുന്ന, പഠിപ്പിച്ചതല്ല. നല്ല ക്വസ്റ്റ്യൻ.
പാൽപ്പബിൾ ഗ്ലാഡ് ബ്ലാഡർ ഇൻ ജോണ്ടിസ് പേഷ്യൻ ഡ്യൂ ടു ബൈലറി ഒബ്സ്ട്രക്ഷൻ ഈസ് കോൾഡ് കോർബേസിയസ് സൈൻ എന്നാണ് പറയുന്നത്. ഇതും പഠിപ്പിച്ച ക്വസ്റ്റ്യൻ അല്ലായിരുന്നു. അനദർ നെയിം ഓഫ് ഓസ്റ്റിയസ് ഡീഫോർമൻസ് അല്ലെ, ഓസ്റ്റിയോ ഡീഫോർമൻസ് പഠിപ്പിച്ചതാണ്. ആൻസർ ഈസ് പാജറ്റ് ഡിസീസ്. വിച്ച് എമൗങ് ദ ഫോളോയിങ് ഈസ് ദ കറക്റ്റ് സീക്വൻസ് ഓഫ് റെഫറൽ സിസ്റ്റം ഇൻ കേരള? ഫസ്റ്റ് റെഫറൽ സിസ്റ്റം എന്ന് പറയുന്നത് സബ് സെന്റർ, ഫോളോഡ് ബൈ പ്രൈമറി ഹെൽത്ത് സെന്റർ, ഫോളോഡ് ബൈ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ, ഫോളോഡ് ബൈ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ, ദെൻ മെഡിക്കൽ കോളേജസ്. ഓക്കെ, ഇവിടെ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ. ഐഡന്റിഫൈ ദ ന്യൂട്രിയന്റ് ഓഫ് ദ പ്രോക്സിമൽ പ്രിൻസിപ്പിൾ. പ്രോക്സിമൽ പ്രിൻസിപ്പിൾ പഠിപ്പിച്ചെന്ന് തന്നെ പറഞ്ഞതാണ്. ആദ്യത്തെ 3 ഇമ്പോർട്ടൻസ് വരുന്ന കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ ആൻഡ് ഫാറ്റ് അല്ലെ. അങ്ങനെ എടുക്കുമ്പോൾ ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ അല്ലെ. മിനറൽസും വൈറ്റമിൻസും പ്രോക്സിമേറ്റ് ഇതിൽ വരത്തില്ല. ഓക്കെ, ഹൗ മെനി മെഗാ ഡോസസ് ഓഫ് വൈറ്റമിൻ എ? ടോട്ടൽ വൈറ്റമിൻ ഡോസ് വരുന്നത് 9 ഡോസസ് ആണ് വരുന്നത്. 17 ml വൈറ്റമിൻ എ കൊടുക്കും. പിന്നെ പെൻഡാവാലന്റ് വാക്സിൻ നല്ലതുപോലെ പഠിപ്പിച്ചാണ്. ഡിപ്തീരിയ, പെട്രൂസിസ്, ഹെപ്പറ്റൈറ്റിസ് ബി ആൻഡ് ഹീമോഫിലസ് ഇൻഫ്ലുവൻസ ടൈപ്പ് ബി അല്ല. അവിടെ ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ അല്ലെ. വൈഫീസ് വീക്ക്ലി അയൺ ആൻഡ് ഫോളിക് ആസിഡ് സപ്ലിമെന്റേഷൻ പ്രോഗ്രാം ഫോർ 10 to അഡോൾസൻസ് ഗേൾസിനാണ് സാധാരണ കൊടുക്കുന്നത്. 10 to 19 years ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, cervical cancer screening was conducted in a rural community among 1000 adult population. During the survey, it was found the 8 women already diagnosed with the cancer of cervix. 12 new cases of the cancer of cervix identified. Estimate the prevalence of the cancer എന്നാണ് ചോദിച്ചത്. അപ്പോൾ പ്രിവലൻസ് എന്ന് പറയുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഓൾഡ് ആൻഡ് ന്യൂ കേസസ്. അപ്പോൾ ഇവിടെ ഓൾറെഡി ന്യൂ കേസസ് 12, ഓൾഡ് കേസ് 8 പറയും അല്ലേ. അപ്പോൾ 20 ന്യൂ കേസസ് എമോങ് 1000 പോപ്പുലേഷൻ. 20 ഡിവൈഡഡ് ബൈ 1000 ഇൻറ്റു എത്ര ടൈപ്സ് ഓഫ് ആൾക്കാരുണ്ട് അല്ലേ. ഇവിടെ മെയിൽസ് ഫീമെയിൽ 2, അതുകൊണ്ട് അവരെന്തുകൊണ്ട് ഗുണിക്കണം? 100 കൊണ്ട് ഗുണിക്കണം അല്ലേ. അപ്പം 20 ഡിവൈഡ് ബൈ 1000 ഇൻറ്റു 10 എടുക്കും അല്ലേ. അപ്പോൾ ആൻസർ 2% ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, ഐഡന്റിഫൈ ദ പബ്ലിക് ഹെൽത്ത് ഫംഗ്ഷണറി അറ്റ് പ്രൈമറി ഹെൽത്ത് സെൻറ്റർ അല്ലേ. പ്രൈമറി ഹെൽത്ത് ആകുമ്പോൾ തീർച്ചയായിട്ടും മെഡിക്കൽ ഓഫീസർ വരും. അതുകൂടാതെ പ്രൈമറി ഹെൽത്ത് നഴ്സിംഗ് സൂപ്പർവൈസർ വരും, JPHN വരും കേട്ടോ. നോട്ട് എ പ്രിൻസിപ്പിൾ ഓഫ് പ്രൈമറി ഹെൽത്ത് കെയർ, മൾട്ടി ഡിസിപ്ലിനറി ഹെൽത്ത് ഇതിനകത്ത് വരത്തില്ല. ഓക്കെ, റെഗുലർ എക്സസൈസ് ഈസ് എ ഹെൽത്ത് പ്രൊമോഷൻ ആക്ടിവിറ്റി. ഇറ്റ് ഈസ് കംസ് അണ്ടർ പ്രൈമറി പ്രൊമോഷൻ അല്ലെ. വിച്ച് ഈസ് നോട്ട് എ ബാരിയർ മെത്തേഡ് ഓഫ് കോൺട്രാസെപ്ഷൻ. നല്ലതുപോലെ പഠിപ്പിച്ചാണ്. കോപ്പർ ടി അല്ലെ, അതിൽ വരത്തില്ല. കോപ്പർ ടി ഈസ് ഇൻട്രായൂട്രൈൻ കോൺട്രാസെപ്റ്റീവ് ഡിവൈസ്. എക്സ്പെക്റ്റഡ് വെയിറ്റ് കിലോ ഓഫ് ചൈൽഡ് അറ്റ് ദ ഏജ് ഓഫ് 8 years പഠിപ്പിച്ചാണ്. ഏജ് ഇൻറ്റു 2 + 4 അല്ലെ. ഏജ് എന്ന് പറയുന്നത് 8, 8 × 2 16 + 4 അല്ലെ. അറൗണ്ട് 20.5 ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, ഇൻഫോംഡ് കൺസെന്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത പറഞ്ഞാണ്. ഗിവൻ എ ചൈൽഡ് ബിലോ 12 years ഈസ് കൺസിഡേർഡ് ഇൻവാലിഡ് ലീഗലി. നല്ലപോലെ പഠിപ്പിച്ചാണ്. നെക്സ്റ്റ്, ദ ഏജ് ഗ്രൂപ്പ് മോസ്റ്റ് റിസ്ക്ഫുൾ സ്ട്രെസ്ഫുൾ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ഫിയർഫുൾ എക്സ്പീരിയൻസ് ആൻഡ് ഫാൻറ്റസി റിഗാർഡിംഗ് ഹോസ്പിറ്റലൈസേഷൻ ഇൽനെസ് ഈസ് ദ പ്രീ സ്കൂളേഴ്സ് കേട്ടോ. പ്രീ സ്കൂളേഴ്സ് ആണ് ഫാൻറ്റസി കഥകളിലൊക്കെ ഇമ്പോർട്ടൻസ്. ഓക്കെ, അപ്പോൾ അവർ ഹോസ്പിറ്റലൈസേഷനിൽ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന പ്രീ സ്കൂളേഴ്സ്. ഗിവിംഗ് അതർ ഫുഡ്സ് ആൻഡ് ലിക്വിഡ്സ് ഇൻ അഡീഷൻ ടു ബ്രസ്റ്റ് മിൽക്ക് ഓർ നോൺ ഹ്യൂമൻ മിൽക്ക് ടു ഇൻഫന്റ് ഈസ് കോൾഡ് ആർട്ടിഫിഷ്യൽ ഫീഡിംഗ്. നല്ല ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ബി. WHO recommendation of COVID-19 pandemic generally children aged 5 years below should wear the mask. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് മാസ്കിൻ്റെ ആവശ്യമില്ല അല്ലേ. പിന്നെ 6 വയസ്സ് മുതൽ 11 വയസ്സ് വരെയുള്ള ട്രിപ്പിൾ ലെയർ 3D മാസ്ക് അല്ലേ. പിന്നെ അങ്ങോട്ടാണ് സർജിക്കൽ മാസ്ക് N95 വരുന്നത്. ആൻസർ ഈസ് നോ മാസ്ക്. ദ ഏജ് അറ്റ് വിച്ച് ചൈൽഡ് ക്യാൻ ലോക്കലൈസ് പെയിൻ അറ്റ് ദ ഏജ് ഓഫ് ഇൻഫൻറ്റ് സ്റ്റേജിൽ തന്നെ ഒബ്ജക്റ്റ് പ്രിവനൻസി, സെൻസറി പെർസെപ്ഷൻ ഒക്കെ വരും. അപ്പോൾ ആൻസർ ഈസ് ലെസ് ദാൻ 1 year ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, child having 80 kilo weight admitted for the dehydration. What is the intravenous fluid requirement for the 24 hours അല്ലെ. നല്ലപോലെ പഠിപ്പിച്ചാണ്. 100 per kilogram വെച്ച് എടുക്കണം. അപ്പോൾ നമുക്ക് 18 കിലോയുള്ള കുട്ടിക്ക് ഏകദേശം 1800 ഫ്ലൂയിഡ് വരണം അല്ലേ. അപ്പോൾ 1800നോട് നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് 2000 ml. ഓക്കെ, ദ മോസ്റ്റ് കോമൺ കാർഡിയാക് അറസ്റ്റ് ഇൻ ഇൻഫന്റ് ആൻഡ് യങ് ചിൽഡ്രൻ നമ്മൾ ഓൾറെഡി പഠിപ്പിച്ചാണ്. ഇൻഫന്റിന് ബ്രാഡികാർഡിയ അല്ലെങ്കിൽ മോസ്റ്റ് പ്രോബബ്ലി സൈനോട്ടിക് ഹാർട്ട് ഡിസീസ് ഒക്കെയാണ് മോസ്റ്റ് മെയിൻലി കോസ് അല്ലെ. കൺജനൈറ്റ് ഹാർട്ട് ഡിസീസ് അങ്ങനെ എടുക്കുമ്പോൾ കാർഡിയാക് അരിത്മിയ ഈസ് ദ കറക്റ്റ് ആൻസർ. മോസ്റ്റ് സിവിയർ കോംപ്ലിക്കേഷൻ ഓഫ് ആഫ്റ്റർ ഫ്രാക്ചർ റിഡക്ഷൻ ഇൻ ചിൽഡ്രൻ അല്ലെ. അവിടെ ഫ്രാക്ചറിൽ ഓസ്റ്റിയോനെക്രോസിസ് ആണ് നമ്മൾ പറയുന്നത്. ഓസ്റ്റിയോനെക്രോസിസ് അടിക്കുമ്പോൾ ദർ ഈസ് എ ചാൻസ് for compartment syndrome is the correct answer. Children who is immunosuppressive therapy can take live vaccine after the time of stopping immunosuppressive drugs അല്ലേ. അപ്പോൾ ലുക്കീമിയ പേഷ്യൻറ്റ്, ലുക്കീമിയ ഉള്ള ചൈൽഡിന് ഇമ്മ്യൂണോസപ്രസീവ് ഡ്രഗ്സ് കൊടുത്തു കഴിഞ്ഞാൽ ലൈവ് വാക്സിൻ ആഫ്റ്റർ 3 months അല്ലേ. ആൻസർ ഈസ് 12 weeks. നെക്സ്റ്റ്, asymmetrical enlargement of uterus in lateral implantation is called പിസാക്കസ് സൈൻ അല്ലേ. പഠിപ്പിച്ചാണ്. വാട്ട് ഈസ് മേജർ ഗാലറ്റോകൈനറ്റിക്, ഗാലറ്റോപോയറ്റിക് ഒക്കെ പഠിച്ചാണ്. ഗാലറ്റോകൈനറ്റിക് ഇസ് ഓക്സിറ്റോക്സിൻ.
വേർ ഇസ് ദ തം പ്ലേസ് ഡ്യൂറിങ് ചെസ്റ്റ് കംപ്രഷൻ ഇൻ ന്യൂ ബോൺ ആകുമ്പോൾ ബിലോ ദ നിപ്പിൾ ലൈൻ ആണ് നമ്മൾ പഠിപ്പിച്ച ബിലോ ദ നിപ്പിൾ ലൈൻ എന്ന് പറയുമ്പോൾ ലോവർ തേർഡ് ഓഫ് സ്റ്റേണം അല്ലെ, ലോവർ 1/3 ഓഫ് ദ സ്റ്റേണം. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ് അബൌട്ട് പ്രിവെൻഷൻ ഓഫ് പെരിനിയൽ ലാസറേഷൻ അല്ലെ, പെരിനിയൽ ലാസറേഷന് ഡെലിവറി ഓഫ് ഹെഡ് ഇൻ ബിറ്റ്വീൻ കൺട്രാക്ഷൻ ഇസ് ദ കോസ്, അതുപോലെ സ്പോണ്ടേനിയസ് ഫോഴ്സ്ഫുൾ ഡെലിവറി ഓഫ് ഹെഡ് അല്ലെ, അവിടെ ഡെലിവറി ഓഫ് എയർലി എക്സ്റ്റൻഷൻ ഓഫ് ഹെഡ് ഈസ് അവോയ്ഡ് എന്ന് പറയുന്നത് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ 2 and 3 ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. റെഡ്യൂസ് ദ സ്പേം മോട്ടിലിറ്റി കുറയുന്നതിന് ആസ്തിനോസ്പെർമി എന്നാണ് വിളിക്കുന്നത് കേട്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ ബി ഡൺ ഡ്യൂറിങ് അസിസ്റ്റഡ് ബ്രീച്ച് ഡെലിവറി. അസിസ്റ്റഡ് ബ്രീച്ച് ഡെലിവറിയിൽ പുഷ് ചെയ്യാൻ പാടില്ല, അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് ആണ് പുഷ് ഓൺ ദ അപ്വേർഡ് പുഷ് അവോയ്ഡ് ചെയ്ത് ഡൗൺവേർഡ് പുഷ് യൂസ് ചെയ്യണം. ഓൾറെഡി പഠിപ്പിച്ചതാണ്. ആൻസർ 1 and 2 ഇസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ മോസ്റ്റ് കൺക്ലൂസീവ് ക്ലിനിക്കൽ സൈൻ ഓഫ് പ്രഗ്നൻസി. കൺക്ലൂസീവ് എന്ന് പറയുമ്പോൾ അബ്സല്യൂട്ട്, കൺഫർമേറ്റീവ് എന്ന് പറയുമ്പോൾ ഫീറ്റൽ ഹാർട്ട് സൗണ്ട്. വാട്ട് ഈസ് ദ ഐഡിയൽ ടൈം ഫോർ എപ്പിസോട്ടമി അല്ലെ, ഐഡിയൽ ടൈം ഓഫ് എപ്പിസോട്ടമി വെൻ പെരിനീസ് ബൾജ്ഡ് ത്രീൻ, അത് ഇമ്പോർട്ടൻസ് ആണ്. ക്രൗണിങ്ങിൽ ചെയ്യത്തില്ല, ഡ്യൂറിങ് റിലാക്സേഷൻ ചെയ്യും അല്ലെ. അങ്ങനെ ആകുമ്പോൾ 1 and 3 ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ ഫോളോയിങ് ഈസ് ഡൺ ഫോർ ദ മാനേജ്മെന്റ് ഓഫ് അക്യൂട്ട് മാസ്റ്റൈറ്റിസ്. അക്യൂട്ട് മാസ്റ്റൈറ്റിൽ ബെസ്റ്റ് സപ്പോർട്ട് വരും, അതുപോലെ തന്നെ എന്താണ് മാനുവൽ എംഡിങ് ഓഫ് ഇൻഫെക്റ്റഡ് സൈഡ് വിത്ത് ഈച്ച് ഫുഡ് അല്ലെ, ഫ്ലൂയിഡ് റെസ്ട്രിക്ഷൻ അല്ല, ഇൻക്രീസ് ഫ്ലൂയിഡ് ഇൻടേക്ക് ആണ് അല്ലെ. അപ്പം 1 and 3 ഈസ് ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്, വിച്ച് ഫോളോയിങ് ഈസ് ദ ഇമ്മീഡിയറ്റ് കോംപ്ലിക്കേഷൻ ഓഫ് പെൽവിക് ഇൻഫ്ലമേറ്ററി. ഇമ്മീഡിയറ്റ് ഈസ് സെപ്റ്റിസീമിയ ആൻഡ് പെൽവിക് പെരിറ്റോണൈറ്റിസ്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ഹെൻറി ഫയൽ 14 പ്രിൻസിപ്പിൾ അല്ലെ, പ്രിൻസിപ്പിൾ ഓഫ് ഡിസിപ്ലിൻ, നല്ലോണം പഠിപ്പിച്ചതാണ്. വിച്ച് ഈസ് ദ ഫോളോയിങ് നോട്ട് ആൻ എലമെന്റ് ഓഫ് മാനേജ്മെന്റ്. മാനേജ്മെന്റിൽ പ്ലാനിങ് ഉണ്ട്, കൺട്രോളിംഗ് ഉണ്ട്, സ്റ്റാഫിംഗ് ഉണ്ട്. ഇവിടെ കമാൻഡിങ് വരത്തില്ല അല്ലെ, കമാൻഡിങ് ഇസ് നോട്ട് ആൻ എലമെന്റ് ഓഫ് മാനേജ്മെന്റ്. ഓക്കെ, നെക്സ്റ്റ്, മാനേജ്മെന്റ് അല്ലെങ്കിൽ ലീഡർഷിപ്പ് എല്ലാം ഓൾറെഡി പഠിപ്പിച്ചതാണ്. പീരിയഡ് ബിറ്റ്വീൻ ദ പ്ലേസിംഗ് ദ ഓർഡർ ആൻഡ് റിസീവ് ദ സ്റ്റോർ ഐറ്റം ഈസ് കോൾഡ് ലെഡ് ടൈം. ദ നേഴ്സ് പേഷ്യന്റ് റേഷ്യോ ഇൻ ഇന്റൻസീവ് കെയർ യൂണിറ്റ്, ഇവിടെ ഷിഫ്റ്റ് ബേസിൽ പറയാത്തതുകൊണ്ട് ആൻസർ ഈസ് 1.1. Allocation of authority responsible to perform a selected task to the competent individual is known as, simply call it as delegation. Next, what is the type of leadership where there is little input from the group members is called little effort, is called laissez-faire. Which of the following is not a characteristics of profession. Profession is never depend to others. Profession already it is a skilled job. Next, false written report intention of harming reputation of one person. Written is letter. Liable is the correct answer. Next, ethical principle followed the truth about the disease of the patient. Truth പറയുന്ന ആൾ വീരൻ എന്നാണ് പഠിപ്പിച്ചത്, അതുകൊണ്ട് ആൻസർ ഇസ് വീരാസിറ്റി. The budget outline the purchase of large. Purchase budget is capital budget. Already നോട്ട്സിലുണ്ട്. നെക്സ്റ്റ്, ബൈ എഡ്യൂക്കേഷൻ ഐ മീൻ ഓൾ റൗണ്ട് ഡ്രോയിങ് ഓഫ് ഔട്ട് ഓഫ് ദ ബെസ്റ്റ് ചൈൽഡ് മാൻ മൈൻഡ് ബോഡി സ്പിരിറ്റ്. മഹാത്മാഗാന്ധി കഴിഞ്ഞ DHSന്റെ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തു. നെക്സ്റ്റ്, വിച്ച് ടീച്ചിങ് മെത്തേഡ് ഇസ് മോർ എഫക്റ്റീവ് ഇൻ പ്രൊസീജിയർ ഓഫ് നഴ്സിംഗ് എഡ്യൂക്കേഷൻ. ഡെമോൺസ്ട്രേഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ. പ്രൊസീജിയർ എവിടെ കിട്ടിയാലും ഡെമോൺസ്ട്രേഷൻ. സ്മോൾ ഗ്രൂപ്പ് ടീച്ചിങ്ങിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? ഇറ്റ് ഈസ് കോൾഡ് എ പാനൽ ഡിസ്കഷൻ ഗ്രൂപ്പ് ഓഫ് 6 to 10 members discussing. Which of the following is a wrong statement about essay? Essay എന്ന് പറയുമ്പോൾ more coverage of content കൂടുതൽ കവറിങ് ആവും. അതുപോലെ സ്കോറിങ് ഓൾവേസ് സബ്ജക്റ്റീവ് ബേസിലുള്ള സ്കോറിംഗ് ആയിരിക്കും. അതുപോലെ ഈസി ടു കൺസ്ട്രക്റ്റ് ആണ്. ടെസ്റ്റ് തിങ്കിങ് ലെവലാണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. Which of the following is the graphic teaching aid is the graphic chart is the correct answer. Which of the following is the example of quantitative study is the descriptive research. Descriptive is the correct answer. Okay, case study is the in-depth qualitative research. Ethnography is a qualitative. Grounded theory is a qualitative. What is the most frequent occurring values? Most frequent is mode. Next, following is the example of probability sampling is systematic sampling. Next, the variable represent outcome of the intervention. Outcome il varumbol adu dependent variables. Okay, which of the following is measure the center tendency? Mean, mode, median. Ivda median is the correct answer. Which of the following is the myelin sheath of central nervous system is oligodendrocytes and peripheral by Schwann cells. Option C is the correct answer. Which cranial nerve lateral rectus of the mind? LR6 SO4. LR6 lateral rectus by 6th cranial. Next, which of the following is the hinge joint? It is seen in elbow. Elbowയിലാണ് നമുക്ക് hinge joint കിട്ടുന്നത്. Types of cells secrete pulmonary surfactant by type 2 alveolar cells. Next, which of the following photoreceptors cells in blue light? Answer is Rhodes is the
blue alla, sorry, bright light by rods. Bacteria cell wall mainly composed of peptidoglycan. Already നോട്ടിലുണ്ട്, പഠിപ്പിച്ചു. Which among the following is a gram positive bacterium? കേട്ടോ, gram positive gram negative പഠിക്കാനാണെങ്കിൽ ഒരുപാട് ലിസ്റ്റ് ഉണ്ട്. Anyway, Clostridium perfringens is the gram positive bacteria. Next, bacilla is the term used for rod shaped bacteria. The term inversiveness, inversive means tissue inversion, അല്ലെ, the ability of pathogens spread into the host tissue after establishing an infection, അല്ലെ. അപ്പോൾ ഇൻവേർഡിങ് ദ ടിഷ്യൂ ആണ് നമുക്ക് കിട്ടേണ്ട പോയിന്റ്സ്, അല്ലെ. ഇവിടെ ഇൻവേർഡിങ് സ്പ്രെഡ് ചെയ്ത ഹോസ്റ്റ് ടിഷ്യൂ ആഫ്റ്റർ ഇൻഫെക്ഷൻ. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് നോട്ട് ട്രൂ അബൌട്ട് ദ നോർമൽ മൈക്രോഫ്ലോറ ഹ്യൂമൻ ബോഡി, അല്ലെ. അപ്പോൾ ഇവിടെ ദേ ക്യാൻ കോംപ്ലിക്കേറ്റ് ദ ഡയഗ്നോസിസ് ഡ്യൂ ടു വൈഡ് സ്പ്രെഡ് ഓഫ്, അല്ലെ. അവിടെ ഡയഗ്നോസിനെ ഒന്നും കോംപ്ലിക്കേറ്റ് ചെയ്യത്തില്ല. ദിസ് ഈസ് നോർമൽ residential flora. Okay, ഇവിടെ ആൻസർ ഇസ് ഓപ്ഷൻ ഡി, അല്ലെ. ദേ ക്യാൻ പതോജനിക് ഈവൻ ദെൻ ഹോസ്റ്റ് ഡിഫൻസ് ഫെയിൽ, കറക്റ്റ് ആണ്. അതുപോലെ ദേ ക്യാൻ കോളനൈസ് ദ ബോഡി പതോജൻസിനെ എന്ത് ചെയ്യും, കോളനൈസിനെ ഇൻ്റർഫിയർ ചെയ്യും. അതുപോലെ ഇമ്മ്യൂൺ റെസ്പോൺസ്, അല്ലെ, അവിടെ ഒരുപാട് ആൻറ്റിബോഡീസിനെ അതുപോലെ തന്നെ വൈറ്റമിൻസിനെ ഒക്കെ സിന്തസൈസ് ചെയ്യുന്നുണ്ട്, അല്ലെ. അപ്പോൾ ആൻസർ ഈസ് ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. ഫാദർ ഓഫ് സൈക്കോ അനാലിസിസ് നോട്ടിലുണ്ട്, അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സിഗ്മണ്ട് ഫ്രോയിഡ് ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ. After the psychosocial developmental theory, Erikson identified the role confusion is the for adolescents. Next, as seen the beyond outward behavior, the sense of accurately inner experience of another giving the point is called empathy. Ability to perceive the inner feeling is called empathy. Deficiency of serotonin, it can cause depression is the correct answer. Next, Ian Pavlov is associated with the classical condition and B.F. Skinner is associated with the operant condition. Perception of without stimuli is called it as hallucination. Behavior pattern of every day of life with unconscious arise within the group. Groupil behavior pattern, way of behavior is called it as culture. World Mental Health Day is celebrated on every year October 10. Government of India announced the empowerment of women in the year of 2001 is the correct answer. Next, which among the following is not a type of marriage? Endogamy, exogamy, polygamy, serial മോണോഗമി, അതെല്ലാം പഠിപ്പിച്ചാണ്. ഇതിൽ വരാത്ത എപ്പിഗമി, അല്ലെ, അത് ബേർഡ്സിൽ വരുന്ന ഇതാണ് എപ്പിഗമി. നെക്സ്റ്റ്, ഇൻഡയറക്റ്റ് സ്പീച്ച് ദാറ്റ് ഡിലേഡ് ടു റീച്ചിങ് ദ പോയിന്റ് ബട്ട് ഇവഞ്ച്വലി ഗെറ്റ് ഫ്രം ദ ഒറിജിനൽ പോയിന്റ് ടു ഡിസൈഡ് ഗോൾ, അല്ലെ. അപ്പോൾ കുറച്ച് ഡിലേ ചെയ്ത് ഒറിജിനൽ ഗോളിൽ തിരിച്ചെത്തുന്ന സ്പീച്ചിനെ അല്ലെങ്കിൽ തോട്ടിനെ നമ്മൾ സർക്കംസ്റ്റൻഷ്യാലിറ്റി എന്ന് വിളിക്കും, അല്ലെ. തെറാപ്പിറ്റിക് കമ്മ്യൂണിക്കേഷൻ ടെക്നിക് വേർ ഡയറക്റ്റിംഗ് ഐഡിയ, ഫീലിംഗ്സ്, ക്വസ്റ്റ്യൻ, കണ്ടന്റ് ബാക്ക് ടു ദ ക്ലയന്റ്, അല്ലെ. ഇറ്റ് ഈസ് കോൾഡ് ഇറ്റ് ആസ് റിഫ്ലക്റ്റിംഗ്. നെക്സ്റ്റ്, MSc means mental status examination. Word schizophrenia is splitting of mind. Next, delirium tremor, കേട്ടോ. ഇതിൽ ക്വസ്റ്റ്യനിൽ മിസ്റ്റേക്ക് ഉണ്ട്, അതുകൊണ്ട് ചിലപ്പോൾ ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആവാൻ സാധ്യതയുണ്ട്. എനിവേ, സിവിയർ ആൽക്കഹോൾ വിഡ്രോവൽ സിംറ്റം ഈസ് ദ ഡെലീറിയം ട്രെമർ. ലൈസർജിക് ആസിഡ് ഡൈഇഥൈൽ അമൈഡ് LSD is a potent hallucinogen, synthetic hallucinogen. Intelligence coefficient of 55 to 70, it is the mild intellectual deficiency. Next, feeling of inner motor restlessness that can present in tension, nervousness, anxiety is called akaesthesia. It's a complication of extrapyramidal symptoms. Practice gaining sexual pleasure from watching others when they are naked engaging in sexual activities called voyeurism, അല്ലെ. നല്ലോണം പഠിപ്പിച്ചതാണ്, ഓൾറെഡി ക്വസ്റ്റ്യൻ സെയിം ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തതുമാണ്. when person unable to cope with the natural process of development, അല്ലെ, it is called it as maturational crisis. Next, the term nursing process was originally or used by Lydia Hall is the correct answer. Pupillary reflex is checked to find out the functioning of optic nerve, അല്ലെ. അപ്പോൾ നമുക്ക് വിഷൻ വരുമ്പോഴാണ് നമ്മൾ പ്യൂപ്പിൾ എന്ത് ചെയ്യേണ്ടത്, ആ റിഫ്ലക്ഷൻ കിട്ടുന്നത്, അല്ലെ, ലൈറ്റിനെ അക്കോമഡേറ്റ് ചെയ്ത് കൊണ്ടുപോകും. അപ്പം പ്യൂപ്പിൾ റിഫ്ലക്ഷൻ ഈസ് കൺട്രോൾഡ് ബൈ ഒപ്റ്റിക് നെർവ്. ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പം നല്ല ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പം 100 ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ PDF ആവശ്യമുള്ളവർ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ചുവടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അടുത്ത വർഷത്തേക്കുള്ള DSIC നോർസെറ്റ് 2022 ESIC റെയിൽവേ, അതിനൊക്കെ വേണ്ടിയിട്ടുള്ള നമ്മുടെ പുതിയ ബാച്ച് നമ്മൾ ജനുവരി അവസാനത്തോടു കൂടി സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അഡ്മിഷനൊക്കെ എടുക്കാനുള്ളവർ നമ്മളെ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്ത് ഇപ്പോഴത്തെ സീറ്റ് ബുക്ക് ചെയ്ത് വെക്കുക. ഫസ്റ്റ് 200 കാൻഡിഡേറ്റ്സിന് മാത്രമേ ഉള്ളൂ അഡ്മിഷൻസ്. വീണ്ടും പറയുന്നു, ഫസ്റ്റ് 200 കാൻഡിഡേറ്റ്സ് ഫോർ ദ അഡ്മിഷൻ എന്ന് വെച്ചാൽ ഒരു ഇൻഡിവിജ്വൽ അഡ്മിഷൻസിലോട്ടൊക്കെ പോകുമ്പോൾ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പം നെക്സ്റ്റ് പുതിയ ലോങ് ടൈം ബാച്ച് വി ആർ സ്റ്റാർട്ടിങ് ഫോർ നോർസെറ്റ് 2022 ESIC, അതുപോലെ തന്നെ റെയിൽവേ, എല്ലാം നമ്മൾ ജനുവരി അവസാനത്തോടുകൂടി സ്റ്റാർട്ട് ചെയ്യും. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് വരുന്ന ദിവസങ്ങളിലൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ പാർട്ട്ണർ ആയിരുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു പാക്കേജ് ഫോർ ദ PDF ടെസ്റ്റ് ആൻഡ് PDF നോട്ട്സ് ആൻഡ് ക്വസ്റ്റ്യൻസ്, PDF ക്വസ്റ്റ്യൻസ് ആൻഡ്
ടെസ്റ്റ് സീരീസ് അതിൻ്റെതും നമ്മൾ ഈ വരുന്ന ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യും. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് രൂപത്തിൽ ഡിസ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ കഴിയുന്നതനുസരിച്ച് കാണുന്നതനുസരിച്ച് ആ കമൻറ്റുകളൊക്കെ എത്രയും വേഗം നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് ഷോർട്ട് വീഡിയോ. ഐ ജസ്റ്റ് സൈനിങ് ഔട്ട്.